ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ ഗാജിത്. കഴിഞ്ഞ വർഷം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ 7th വരെ പഠിച്ച ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ. അത് April 12, 2023 ആണ് ഞങ്ങൾ മീറ്റപ്പ് ചെയ്തത്. ഈ വട്ടവും ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് April 12, 2024 അതൊരു കോൺസിഡൻസ് ആയിട്ട് വന്നതാണ്. ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പം ഞങ്ങൾ തന്നെ ഷോക്കായി. ഞങ്ങൾ 2nd സ്റ്റാൻഡേർഡ് തൊട്ട് 7th വരെ ഒരുമിച്ചാണ് പഠിച്ചത്. ഇപ്പം ഞങ്ങൾ 4 സ്കൂളിലാണ്. ഗാർഗി ഒരു സ്റ്റാൻഡേർഡ് സ്കിപ്പ് ചെയ്തായിരുന്നു. അപ്പം അവളിപ്പം +1 ഞങ്ങൾ 3 പേരും 10th കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. പിന്നെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഇവർക്ക് നല്ല ഓർമ്മയാണ്. ഇവർക്ക് 6th 7th വരെയുള്ള മിക്ക കാര്യങ്ങളും ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക് അത്ര മെമ്മറി ഇല്ല, എനിക്ക് അത്ര ഓർമ്മയില്ല. എനിക്ക് ക്ലാസ്സിൽ പഠിച്ചവരെ പോലും എനിക്ക് പകുതി അറിയത്തുള്ളൂ, അത്ര കുറവാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോൾ ഞാൻ റിക്കളക്ട് ചെയ്യാൻ നോക്കുമായിരുന്നു. നന്ദനൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം 4 പേർക്കും കൂടി ഇരുന്ന്, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ആ പാട്ട് എങ്ങനെ ഉണ്ടെന്നറിയാൻ നിങ്ങൾ ഷോർട്സിൽ നോക്കുക, അതിലുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഡെസിക്കുപ്പ വരെ പോവാമെന്ന്. വെയിലാണ്. പിന്നെ വിചാരിച്ചു 2 കുട എടുത്തുകൊണ്ട് പോവാം എന്ന് വിചാരിച്ചു. കുറച്ച് നടന്നു. പിന്നെ ഒരു ഓട്ടോ കണ്ടു. അപ്പം പിന്നെ ആ ഓട്ടോയ്ക്ക് കയറി ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി. പിന്നെ റോഡ് ക്രോസ് ചെയ്താൽ അതിൻ്റെ അപ്പുറത്താണ്. അവിടെ ചെന്നു. അവിടെ ആണെങ്കിൽ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് നിൽക്കാൻ പോലുള്ള സ്ഥലമില്ലായിരുന്നു, ഭയങ്കര ചൂടുമായിരുന്നു. ഞങ്ങൾ 4 ഫ്ലേവേർഡായിട്ടുള്ള ഷേക്സാണ് ഓർഡർ ചെയ്തത്. കാരണം ഞങ്ങൾക്ക് 4 പേർക്കും 4 ടേസ്റ്റ് ചെയ്യാമല്ലോ എന്നോർത്ത്. നിങ്ങൾക്കറിയാമല്ലോ ഡെസിക്കുപ്പ നല്ല ക്വാണ്ടിറ്റിയിലാണ് തരുന്നത്. 4ാമത്തെ ഞങ്ങൾക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പം അത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ ഗാർഗിയുടെ ഒരു ആൻറ്റി അതിൻ്റെ അടുത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആൻറ്റിയാണ് ആ ഒരു ഷേക്ക് കുടിച്ചത്. തിരിച്ച് ഞങ്ങൾ നടന്നാണ് പോയത്. ഭയങ്കര വെയിലല്ലേ, കുടയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചൂട് നിങ്ങൾക്ക് അറിയാമല്ലോ. പതിയെ സൈഡിലൊക്കെ ഇരുന്ന് സാവധാനമാണ് പോയത്. പോകുന്ന ഒരു പൂച്ചക്കുട്ടിയെ കണ്ടപ്പോൾ ഗാർഗി എടുത്തിട്ട് അതിനെ ഇങ്ങോട്ടേലും ഒന്നും കടിക്കാത്തടത്ത് മാറ്റി വെക്കാന്നൊക്കെ പറയായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വീടൊക്കെ കറങ്ങാം എന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഹാപ്പിയെ കണ്ടു. പിന്നെ ഹാപ്പി ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഹാപ്പി എടുത്ത് നടക്കുമായിരുന്നു. ഹാപ്പി വേറെ പപ്പിയാണ്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ടൈമൊക്കെ സംസാരിച്ച് സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പോകാൻ ടൈമായി. ഞാനാണ് ഫസ്റ്റ് പോകുന്നത്. എല്ലാ വട്ടവും അങ്ങനെയാണ്, ഞാനാണ് ഫസ്റ്റ് ഇറങ്ങുന്നത്.